ഞാനിന്ന് മത്തൻ വെച്ചിട്ട് ഒരു മധുരമാണ് ഉണ്ടാക്കണേ. മലപ്പുറം ഭാഗത്തൊക്കെ ഇതിന് ശർക്കര മത്തൻ എന്നാണ് കേട്ടോ പറയുക. ഒരു പായസത്തിൻ്റെ കാറ്റഗറിയിലൊക്കെ നമുക്കിതിനെ പെടുത്താം. അപ്പോൾ ഈ ഒരു മത്തൻ്റെ കൂടെ ഞാനിന്ന് പിടി ഇട്ടിട്ടാണ് ഈ ഒരു ശർക്കര മത്തൻ ഉണ്ടാക്കണേ. അപ്പോൾ ഈ പിടിക്ക് പകരമായിട്ട് നമുക്ക് മമ്പയർ, മുതിര ഇതൊക്കെ ഇട്ടിട്ടും ഈ ഒരു ശർക്കര മത്തൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരം കൂടിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മത്തൻ തന്നെയാണ്. മത്തൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല പഴുത്ത മത്തൻ തന്നെ ഇതിലേക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പഴുപ്പ് മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള കളറിലുള്ള നല്ല പഴുത്ത മത്തൻ തന്നെ എടുക്കുക. അതുപോലെ തന്നെ നല്ല പൊടിയും വേണം. പൊടി എന്ന് പറയുമ്പോൾ നല്ല മത്തനാണെങ്കിൽ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മത്തൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള മത്തൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മുറിച്ച് നോക്കട്ടെ കേട്ടോ. ഏകദേശം അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട പിടിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു സോസ് പാൻ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കാറില്ല, അതുപോലെ തന്നെ വാട്ടിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റൗവിലേക്ക് നമുക്ക് മത്തന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മത്തന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ച് ഉടച്ചെടുക്കുകയാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ നമ്മുടെ മത്തൻ വേവുമ്പോഴേക്ക് നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടിയെടുത്ത ഒരു പൊടി ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്, ഒന്നിങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടി ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അല്പം ചൂടോട് കൂടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എങ്കിലേ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കൈ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ നമ്മുടെ കൈ ചൂടാവില്ല. അതുപോലെ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ സൈഡിൽ കുറച്ച് സാധാരണ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പിടി ഉണ്ടാക്കണേ. വറുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, വറുക്കാത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 2 പൊടിയിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച ഈ ഒരു പൊടിയിൽ കൈ ഇങ്ങനെ ഒന്ന് തടവിയതിന് ശേഷം പിടി ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കില്ല ഈ ഒരു മാവ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ പിടി ഉണ്ടാക്കിയെടുക്കണേ. ഇതിനേക്കാൾ ചെറുതായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പണിയാണ് കേട്ടോ അത്. അല്പം ടൈം കൂടുതൽ വേണ്ടി വരും. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടി ഈ ഒരു പിടി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അധികം ടൈം വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് കൊണ്ടൊക്കെ പിടി ഉണ്ടാക്കിയെടുക്കാം. പിടിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അല്പം പൊടി ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആവിക്കാണ് നമ്മൾ വേവിച്ചെടുക്കണേ. അപ്പോൾ ആവിക്ക് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മത്തൻ ഇവിടെ വേവായി വന്നിട്ടുണ്ട്. നമ്മുടെ പിടി ഞാൻ ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെന്ത മത്തന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ശർക്കര. ഞാനിതിലേക്ക് ഒരു 3/4 കപ്പോളം ഉരുക്കിയെടുത്ത ശർക്കരയാണ് കേട്ടോ ചേർക്കണം. നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു മത്തനും ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക.
ഇനി ഇതിലേക്ക് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പിടി ഉണ്ടല്ലോ, ആവിക്കാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ ആവിക്ക് വേവിച്ചെടുത്ത പിടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പിടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു ശർക്കരപ്പാനി കയറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ പിടിയിലേക്ക് നമ്മുടെ ആ ഒരു ശർക്കരപ്പാനിയൊക്കെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം കയറിയോ എന്നുള്ളത് നമുക്ക് ആ പിടി ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് ആ ഒരു പിടിയിലേക്കും ഈ ഒരു ശർക്കരപ്പാനി കയറണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിരണ്ടിയെടുത്ത കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം നല്ല ഫ്രഷായിട്ട് ചിരണ്ടിയെടുത്ത തേങ്ങയാണ് ഉപയോഗിക്കണേ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു പായസം ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ഒരു ചിരണ്ടിയ തേങ്ങ ഇങ്ങനെ കടിക്കണത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ളൊരു പരുവാണ്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിടക്കണേ. അപ്പോൾ ഇതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. കണ്ടോ, ഇത്രയും തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഓക്കെയാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ ഒരു പണി മാത്രമേ ഉള്ളൂ, ഇതിലേക്ക് കുറച്ച് വറുത്തിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ നമ്മളെ, അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3-4 ചെറിയ ഉള്ളി മതിയാകും. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം എന്ന് പറയുന്നത് നമ്മുടെ ശർക്കര മത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, തണുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വേറൊരു രുചിയാണ് ഇതിൻ്റെ പിറ്റേ ദിവസം ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ ഓണത്തിനൊക്കെ നമ്മൾ മത്തൻ കൊണ്ടുവന്ന് വെച്ചത് ബാക്കി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ പിടിക്ക് പകരമായിട്ട് നമ്മൾ ഓലനൊക്കെ ഉണ്ടാക്കണ വൻപയറുണ്ടല്ലോ, അത് ചേർക്കാറുണ്ട്, അത് വേവിച്ച് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ മുതിര വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പിടി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം കേട്ടോ, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.